ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് സംവദിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ടൈം മാനേജ്മെൻറ്റ് എന്ന വിഷയമാണത്. ടൈം മാനേജ്മെൻറ്റ് വളരെ 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 പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച്. കാരണം ഈ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ എല്ലാവർക്കും കിട്ടുന്ന സമയം നമുക്ക് പകൽ സമയം തന്നെ നോക്കാം. 12 മണിക്കൂർ സമയമാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. ഈ 12 മണിക്കൂർ സമയം വളരെ വ്യത്യസ്തമായ രീതിയിൽ ആണ് എല്ലാവരും ചിലവഴിക്കുന്നത്. രാവിലെ ഉണർന്നാൽ ഒരു നല്ല പക്ഷം ജനങ്ങൾ മിക്കവാറും ചെറിയ എക്സസൈസൊക്കെ ചെയ്യുന്നവരുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അതിൽ വലിയ താല്പര്യമില്ല. ചെറുപ്പക്കാരൊക്കെ കൂടുതൽ സമയം ഉറങ്ങും, ചിലപ്പോൾ രാത്രി മുഴുവൻ ഇരുന്നിട്ട് പകൽ ഉറങ്ങും. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ചാനലുകളിലെ ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് മണിക്കൂറുകളോളം അവിടെ ചിലവഴിക്കുന്ന ചെറുപ്പക്കാർ ധാരാളമാണ്. മ്യൂസിക് ഇഷ്ടമുള്ളവർ ചിലപ്പോൾ മ്യൂസിക് തന്നെ കേട്ടുകൊണ്ടിരിക്കും ചാനലിൽ, അങ്ങനെ ചിലവഴിക്കും, മണിക്കൂറുകൾ ചിലവഴിക്കും. അതേസമയം വളരെ കർമ്മനിരതരായി കൂടുതൽ പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല മേഖലകളിൽ പല വിധത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം മാനേജ്മെൻറ്റാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതെന്ന് ഞാൻ കരുതുന്നു. എന്ന് വെച്ച് ചാനൽ കാണണ്ടെന്നല്ല, ടി വി കാണണ്ടെന്നല്ല, മ്യൂസിക് വേണ്ടെന്നല്ല അർത്ഥം. പക്ഷെ അതിനൊക്കെ നാം ചിലവഴിക്കുന്ന സമയത്തിൻ്റെ ഒരു പ്രത്യേകത. എത്ര സമയമാണ് ഓരോ മേഖലയ്ക്കും നാം ചിലവഴിക്കുന്നത്. മ്യൂസിക് കേൾക്കുവാൻ എത്ര സമയം നാം ചിലവഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടി വി കാണുവാൻ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട്, സിനിമയ്ക്ക് വേണ്ടി എത്ര സമയം ചിലവഴിക്കും. അതെല്ലാം ഗൗരവമുള്ള പുതിയ വിഷയങ്ങൾ, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഇനി വികാസം പ്രാപിക്കാൻ പോകുന്ന പുതിയ മേഖലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ എത്ര പേർക്കറിയാം? ആ അറിവ് ഒരല്പമെങ്കിലും നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ അറിവിൻ്റെ കാര്യത്തിലെത്തും. അങ്ങനെ ഓരോ അറിവുകളും നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും. നമ്മുടെ അറിവാണ് അഗ്നി എന്ന് പലപ്പോഴും പറയാറുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നാം സമ്പന്നരാകുകയാണ്. നാം ഈ ലോകത്തിലെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കാൻ കഴിവുള്ളവരായിട്ട് മാറുകയല്ലേ. അപ്പോൾ ഓരോ വ്യക്തിയും അവരുടെ കഴിവുകളെ ഉത്തേജിപ്പിക്കുവാൻ തീർച്ചയായിട്ടും എല്ലാ മേഖലകളെക്കുറിച്ചുള്ള അറിവുകൾ സമ്പാദിക്കാൻ ശ്രമിക്കണം. പിന്നെ എല്ലാ അർത്ഥത്തിലും നിങ്ങളായിരിക്കണം നിങ്ങളുടെ മാസ്റ്റർ. പഠന കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് പ്രത്യേകം മുൻകാലത്ത് വൈസ് ചാൻസലർ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും പല വേദികളും പറയാറുള്ളത്, നിങ്ങളായിരിക്കണം നിങ്ങളുടെ മാസ്റ്റർ. അതുപോലെ പഠനം ആസ്വാദ്യകരമാവണം. പഠനം ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നരുത്. പഠനം ആസ്വദിക്കണം. പുതിയ അറിവുകളാണ് നമുക്ക് പഠനങ്ങളിലൂടെ കിട്ടുന്നത്. അപ്പോൾ പുതിയ അറിവുകൾ സമ്പാദിക്കാനുള്ള ഒരു ത്വര, ഒരു താല്പര്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇപ്പോൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. നാനോ ടെക്നോളജി ഇനി ലോകം ഭരിക്കാൻ പോകുന്ന പുതിയൊരു ടെക്നോളജിയാണ്. കമ്പ്യൂട്ടറിനും ഇൻ്റർനെറ്റിനും ഒക്കെ ശേഷം പുതിയ ഡിജിറ്റൽ ടെക്നോളജി ഇതൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെനിക്കൊന്ന് അറിയണം, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം, അതെന്താണെന്ന് അറിയണം. അങ്ങനെ ഒരു ത്വര നമ്മളിൽ ജനിച്ചാൽ മാത്രമേ നമുക്ക് അറിവിൻ്റെ കാര്യത്തിൽ വളരെ ഉയർന്ന നിലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അറിവ് അഗ്നിയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറിവിലൂടെയാണ് നമുക്ക് വളരാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ സമയം നമുക്കൊരു ഓഡിറ്റിങ് വേണം. ഒരു ദിവസം കാലത്ത് മുതൽ നമ്മൾ 12 മണിക്കൂർ ലഭിക്കും. ആ സമയം നാം എങ്ങനെയാണ് ചിലവഴിച്ചത്? ഒരാഴ്ചയിൽ ഒരു ഓഡിറ്റിങ് വേണം, ഒരു മാസത്തിൽ ഓഡിറ്റിങ് വേണം, ഒരു വർഷത്തിൽ. നമുക്ക് ഈ കഴിഞ്ഞ വർഷം കൊണ്ട് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റി, എന്ത് മേഖലകളിലൊക്കെ നമുക്ക് കുറച്ച് വളർച്ച പ്രാപിക്കും, കുറേ അറിവ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ആ രീതിയിൽ നമ്മൾ നമ്മുടെ മാസ്റ്ററായിട്ട് മുന്നോട്ട് പോകും. ഞാൻ പലയിടത്തും കോളേജിലൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ അറിയണം, എല്ലാ കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായിട്ട് അവർ വിലയിരുത്താൻ കഴിയണം. സ്നേഹം നടിച്ചു വരുന്നവരെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള കഴിവ് സ്വയം വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയൂ. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാ വിഷയങ്ങളെയും വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയും അതിൽ സമൂഹത്തിൽ നല്ല ഫിറ്റായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുവാൻ നമുക്ക് കഴിയും. അത് അറിവിലൂടെയാണ്. അതുപോലെ നമുക്ക് കർമ്മനിരതമായ ഒരു ലൈഫ്,
നമ്മൾ പകലൊന്നും കിടന്നുറങ്ങുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പകലൊന്നും ഉറങ്ങാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന 12 മണിക്കൂർ നമ്മൾ കർമ്മനിരതമായ പല മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുവാനോ നമുക്ക് കഴിയും. അത് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സൂത്രമാണെന്ന് ഞാൻ പറയും. അങ്ങനെ കർമ്മനിരതമായിട്ട് പ്രവർത്തിക്കുക മാത്രമല്ല, നമുക്ക് അധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടാവും. കഠിനാധ്വാനം ഒരുപാട് നമുക്ക് എപ്പോഴും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ അധ്വാനിക്കാനും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കുവാനും അത് ബിസിനസ് രംഗത്തുള്ളവർക്കും എല്ലാം ഏത് മേഖലയിലുള്ളവർക്കും ബാധകമാണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് നമ്മുടെ മേഖലകളെക്കുറിച്ച് നമ്മൾ വളരെ സിൻസിയറായിട്ടുള്ളൊരു അപ്രോച്ച് വേണം. ഞാനൊരു ചെറിയ നിസ്സാര ഉദാഹരണം പറയാം. നമ്മുടെ ടൗണിൽ നമുക്കൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ എപ്പോഴൊന്നും ആൾക്കാർ വരണമെന്നില്ല. പക്ഷേ എന്നാൽ പിന്നെ ഷോപ്പ് അവിടെ തുറന്ന് വെച്ചേച്ച് നമുക്ക് അവിടേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഷോപ്പ് പരാജയപ്പെടാനുള്ള, അത് മൊബൈൽ ഷോപ്പായിട്ട് എന്തോ ആയിക്കോട്ടെ, പരാജയപ്പെടാനുള്ള സാധ്യത. നമ്മൾ ആ ഷോപ്പിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവിടുന്ന് വരുന്നവരോട് മധുരമായി പെരുമാറണം. ഒരു വീണ്ടും അവിടെ വരണം. നമ്മുടെ ഷോപ്പിൽ ഒരാൾ വന്നാൽ വീണ്ടും വരുന്നതിൽ ഹൃദ്യമായ ഒരു സമീപനം നമുക്കുണ്ടാകണം. അപ്പോൾ ആത്മാർത്ഥമായ ഒരു സമീപനം ഉണ്ടാകണം. നമുക്ക് ഡെഡിക്കേഷൻ വേണം. അതോടൊപ്പം പൊതുജനത്തോട് നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ജനങ്ങളോട് എങ്ങനെ മാന്യമായിട്ട് അവരുടെ മനസ്സിലൊരു സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത്. ഈ വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിലെ സുപ്രധാന ഘടകങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു.